വാർത്തകൾ വിശദമായി. വൈക്കം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ദേവസ്വം ബോർഡ് വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ചുള്ള ദേശതാലപ്പൊലിയിൽ ജാതി വിവേചനം അനുവദിക്കില്ല. ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വിളക്കെടുക്കാൻ അവസരം നൽകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. നേരത്തെ ഓരോ ദിവസവും ജാതി തിരിച്ചായിരുന്നു വിളക്കെടുപ്പ് ചടങ്ങ് നടത്തിയിരുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധമായാണ് എതിരേൽപ്പ് ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങിന്റെ ഭാഗമായി വിളക്കെടുപ്പ് നടത്താൻ ഓരോ സമുദായങ്ങൾക്കും പ്രത്യേകം ദിവസങ്ങൾ അനുവദിച്ചിരുന്നു. ജാതി വിവേചനത്തിന്റെ മാതൃകയായി നിലനിന്നിരുന്ന ചടങ്ങിൽ ക്ഷേത്രം അധികൃതർ ഈ വർഷം ആദ്യം മാറ്റം വരുത്തി. എല്ലാ സമുദായങ്ങളിൽ നിന്നും പ്രാതിനിധ്യം വരുന്ന രീതിയിൽ 64 പേർക്ക് താലപ്പൊലി എടുക്കാമെന്നായിരുന്നു തീരുമാനം. എന്നാൽ ഈ തീരുമാനം ഉപേക്ഷിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമുദായം നോക്കാതെ ഭക്തരായിട്ടുള്ള ആർക്കും താലപ്പൊലി എടുക്കാൻ അവസരം നൽകുമെന്നറിയിച്ചു. വ്രതം നോക്കുന്ന എല്ലാ ഭക്തർക്കും തുല്യ പരിഗണനയുണ്ടാവുമെന്നും ജാതി വിവേചനം ഈ കാലഘട്ടത്തിൽ അനുവദിക്കില്ലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ വർഷത്തിനൊരു പ്രാധാന്യം കൂടിയുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നടന്ന ദേശീയ സമരചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് വൈക്കം സത്യാഗ്രഹം. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നൊരു ഘട്ടത്തിലാണ് വീണ്ടും ജാതിപരമായ പ്രത്യേകത ഉയർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങളിലേക്ക് വന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ് അവിടുത്തെ പൊതുജനാഭിപ്രായവും അതുതന്നെയാണ്, ഭക്തജനങ്ങളുടെ വികാരവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്രതമെടുത്ത് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ വിളക്കെടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നു. അതിപ്പോൾ നടപ്പാക്കുകയാണ്. ഏപ്രിൽ 2 മുതലാണ് വൈക്കം ക്ഷേത്രത്തിൽ വടക്കുപുറത്ത് പാട്ട് ആരംഭിക്കുന്നത്. വടക്കേ നടയിലെ കൊച്ചാലും ചുവട് സന്നിധിയിൽ നിന്നും കൊടുങ്ങല്ലൂരമ്മയെ കുത്തുവിളക്കുമായി സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് വിളക്കെടുപ്പ്. ന്യൂസ് മലയാളം, കോട്ടയം.